നീ കൂടുതൽ വിളയൊന്നും വേണ്ട. എന്റെ മോന്റെ കാശിട്ടല്ലേടി കളിക്കണത്. തള്ളക്കിപ്പേ കയ്യിൽ കാശ് വരാത്തതിന്റെ കുഴപ്പമാണ് എനിക്ക് മനസ്സിലായി. അതേടി, എന്റെ മോനെ കല്യാണത്തിന് മുമ്പ് എന്റെ പേരിലാണ് കാശൊക്കെ അയച്ചിരുന്ന. ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന. ഇഞ്ഞേ അത് നോക്കിയിരിക്കേണ്ട, എന്റെ അക്കൗണ്ടിൽ തന്നെ പൈസ വരുള്ളൂ. ഞങ്ങട് വരുമെന്ന് വിചാരിച്ചിരിക്കാൻ നിക്കണ്ട കേട്ടാ. നിന്റെ കയ്യിൽ കാശ് വരണമെന്നും പറഞ്ഞു നിന്റെ ഇഷ്ടത്തിനുള്ള നടത്തല്ലേ നീ നടക്കണത്. ആർഭാടം കൂടുതലല്ലേ നിനക്ക്. വണ്ടി എടുത്ത് യാത്ര ചെയ്യലും അത് മേടിക്കലും ഇത് മേടിക്കലും എല്ലാം നീ ഇപ്പൊ നിന്റെ ഇഷ്ടത്തിന് നടക്കണം. എനിക്കിപ്പോ ഇവിടെ ഒരു വിലയില്ല. കൂടുതൽ വിളച്ചലൊന്നും എടുക്കണ്ടേട്ടാ. എന്റെ മോന്റെ കാശിട്ടല്ലേ നീ കളിക്കണത്. നിങ്ങളുടെ മോന്റെ കാശിട്ട് ഞാൻ കളിക്കും. നിങ്ങളുടെ മോനെ വെച്ചാലേ എന്റെ കെട്ടിയോനല്ലേ. എന്റെ അടുത്ത് അധികം വിളച്ചെടുക്കാൻ നിന്നാണ്ടല്ലേ ഞാൻ ചവിട്ടി ഞാൻ പുറത്താക്കും. ഞാൻ എന്റെ സ്വഭാവം മാറ്റാൻ നിൽക്കണത് നിങ്ങള്. എന്താണ് തള്ളക്കി അങ്ങോട്ട് വെള്ളം വീണ് കിടന്ന്. അങ്ങേരെ എന്റെ പേര് പൈസ അയക്കണതേ ഇവിടത്തെ കാര്യങ്ങൾ നോക്കാനാണ്. ഞാൻ ഭംഗിയായിട്ട് അത് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഈ പ്രായത്തിൽ ഇനി അതൊക്കെ ഓടി നടന്ന് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ ഈ സ്വഭാവം കാരണമാണ് എന്റെ പിള്ളേർ ഇപ്പൊ ബോർഡിങ്ങിൽ കഴിയണത്. ആയിട്ട് എനിക്ക് ഒരു നേരം ഇവിടെ വന്ന് നിൽക്കാൻ പറ്റണ്ട. ആദ്യം തുടങ്ങും ഉറക്കേ ഇല്ല മനുഷ്യനാ. വെറുതെ ഇങ്ങനെ കിടന്ന് ഒച്ചെടുത്തോണ്ടിരിക്കും. ഇപ്പൊ തന്നെ 12 മണിയായാലും നിങ്ങൾക്ക് കിടക്കാനായിട്ടുണ്ടാ. ഇപ്പോഴും ഇതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കല്ലേ ഓരോന്ന്. ആരാണ് ഈ പാതിരാക്ക്? ആരാണെന്നാ? അയൽവാസികൾക്ക് കൂടെ കിടന്നുറങ്ങണ്ടേ? നിങ്ങളുടെ ഈ അമ്മയുടെയും മുകളിലെയും ബഹളം കാരണം റോട്ടി കേൾക്കാറില്ല. അല്ലെന്നാലും ആരാണ്? ഞങ്ങൾക്ക് ഏത് പാതിരാത്രിക്കും ഏത് വീട്ടിലും കയറി ചെല്ലാൻ ലൈസൻസ് ഉള്ള ആളുകളാണ്. അതിലോർന്നേ തുറക്ക്. ആരാണോ? വല്ല പോലീസുകാരാണോ തോന്നുന്നുണ്ട്. അതിൽ ഇത്ര അധികാരത്തിൽ വന്ന് തുറക്കാൻ പറയണത്. ഞാൻ തുറന്നു നോക്കട്ടെ. സാറുമാരിക്ക് ഞാൻ ഫാൻ ഇട്ട് തരാം. ഇതെന്താ പ്രശ്നം? നിങ്ങൾ കുറേ ദിവസമായി ഞങ്ങളിത് കേൾക്കണം. രാത്രി 12 മണിക്ക് 1 മണിക്ക് 2 നിങ്ങൾക്കൊന്നും ഉറക്കില്ല. ഇതിന് മാത്രം വഴക്കൂടാനുള്ള കാരണം എന്താണ്? ഇവിടെ പരിസരവാസികൾക്ക് കിടന്ന് ഉറങ്ങണ്ടേ? എന്താ നിങ്ങൾ തമ്മിലുള്ള വിഷയം? ഇത് എത്ര ദിവസമായി തുടങ്ങിയിട്ട്? രാത്രി 2 മണിക്ക് ഞങ്ങൾ ഇതേ പോയാലും കേൾക്കാം, 12 മണിക്ക് പോയാലും കേൾക്കാം, 1 മണിക്ക് പോയാലും കേൾക്കാം. ഇതെന്താ സംഭവം? എന്താ? എൻ്റെ പൊന്നു സാറേ, കാര്യം ഞാൻ പറയാം. എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്. കുറേ നാളായിട്ട് എൻ്റെ പേരിലാണ് കാശ് വരുന്നത്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയല്ലേ നോക്കണത്. അത് ഈ തള്ളക്ക് പറ്റണില്ലാന്ന്. എൻ്റെ പിള്ളേരെ ഞാൻ ബോർഡിങ്ങിലാക്കിയേക്കും. അത് ഈ തള്ളയുടെ നാവിൻ്റെ ഉണ്ടാ. ആയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റണ്ടേ? പാതിര വരെ ഇങ്ങനെ ഇരുത്തി നമ്മൾ ഉറക്കുകയില്ല. എന്നിട്ട് നേരം വെളുത്ത് കിടന്നുറങ്ങും. ഉച്ചയാകുമ്പോഴാണ് എനിക്കണത്. എനിക്ക് ഇവിടുത്തെ പണിയൊക്കെ എടുക്കണ്ടേ? എൻ്റെ കോലം നോക്കിയേ. എൻ്റെ ആരോഗ്യം എനിക്ക് നോക്കണ്ടേ? ഇപ്പൊ എന്താണെന്നറിയോ പ്രശ്നം? ഇവരുടെ മോന്റെ കാശ് എൻ്റെ പേര് വരെന്നും പറഞ്ഞിട്ടുള്ള ബഹളവും. എനിക്ക് എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ? ഇനി തൊള്ളക്ക് എന്താണെന്നറിയോ ഇളക്കം? എന്റെ പൊന്ന് സാറേ, എന്റെ മോൻ കല്യാണം കഴിച്ച പിന്നെ ഇവളുടെ പേരിലാണ് കാശൊക്കെ അയച്ചു കൊടുക്കണത്. എനിക്കൊന്നും തരാറൊന്നുമില്ല. ഒന്നും തരാറില്ലേ? എന്തെങ്കിലും ഒരു നക്കപ്പിച്ച തരും. എൻ്റെ പൊന്നു സാറേ, അതൊന്നും നല്ല വിഷയം. ചേട്ടൻ പൈസ അയക്കണം എൻ്റെ പേരിലാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണം. ബാങ്കിൽ പോകണം, പിള്ളേരെ കാര്യങ്ങൾ നോക്കണം. ഈ തള്ളയ്ക്ക് ഒരു മാസം എത്ര 1000 രൂപയുടെ മരുന്നാന്നറിയോ ഞാൻ വാങ്ങണത്. പിന്നെ ഒരു കാര്യമുണ്ട്, തള്ളയ്ക്ക് ഈ പലുവിൻ്റെ അസുഖമുണ്ട്. പിന്നെ എന്താണെന്നറിയോ, നാവിന് നല്ല നീളമാണ്. നിർത്ത് ബിജു, ഇതിനൊരു ശാശ്വത പരിഹാരം വേണ്ടേ? തീർച്ചയായിട്ടും വേണം. അമ്മ ഈ മോളെ മരുമോളായിട്ട് കാണാതെ മോളായിട്ട് കാണും. എന്താ പേര് പറഞ്ഞു? മഞ്ജു സ്വന്തം അമ്മയായിട്ട് കാണും. പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പരിഹാരം കാണാം. പിന്നെ അമ്മ പ്രസവിച്ചുകൊണ്ടാണ് മഞ്ജുവിന് ഒരു ഭർത്താവിനെ കിട്ടിയത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അമ്മക്ക് പ്രായമായി, അമ്മക്ക് ഇപ്പൊ ബാങ്കിൽ പോകാൻ പറ്റില്ല, മറ്റുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റില്ല. മനസ്സിലായില്ലേ? അത് മഞ്ജു നടത്തട്ടെ. അങ്ങനെ ഒരു സ്നേഹത്തോടു കൂടി പോകുന്ന അങ്ങനെ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നിങ്ങൾ പരസ്പരം ഒരു ഐക്യത്തോടു കൂടി പോകും. പിന്നെ അമ്മ വയ്യാത്താണ്, അപ്പം നേരത്തെ മരുന്നൊക്കെ കഴിച്ച് ഒരു 9 മണിക്കെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കാം. പിന്നെ അയൽവാസികൾക്ക് നിങ്ങളെക്കുറിച്ച് യാതൊരു നല്ല അഭിപ്രായവും ഇല്ല കേട്ടോ. അത് പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ നാളെ മുതൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കില്ല, ഇതായിരിക്കും അവസ്ഥ. ഇപ്പം രണ്ടുപേരും അത് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ നമുക്ക്? ഇനി ഞങ്ങൾ പ്രതികരിക്കണത് ഇതുപോലെ ആവൂല കേട്ടോ. ശരിയാ, പറഞ്ഞ മനസ്സിലായില്ലേ? ഇത്
തനിക്ക് എന്തിൻ്റെ കേടാണ്? എന്തേ? താൻ അമ്മായി ഇവിടെ വരുമ്പോൾ മധ്യസ്ഥ വന്നതാ, അത് കക്കാൻ വന്നതാ. കക്കാൻ വന്നത് എന്നിട്ടാണ് താൻ അവിടെ നിന്നിട്ട് മധ്യസ്ഥ നടത്തിയത്. എടാ പണ്ടാർത്തള്ളൊന്നും ഉറങ്ങി കിട്ടണ്ടേ? ഇപ്പം എങ്ങനെ ഉറങ്ങുമെന്നാണ് പറയണത്? നാളെ അവർ ഉറങ്ങും, നീ വേണി നോക്കിക്കോ. നാളെ ഉറങ്ങും, ഉറപ്പാണോ? നാളെ 9 മണിക്ക് കിടന്ന് ഉറങ്ങും. നാളെ നമുക്ക് കക്കാട 75 പവൻ നാളെ നമ്മുടെ കയ്യിൽ വരില്ലേ? നീ വന്നേ. അല്ലാതെ ഇന്ന് വേറെ എവിടെയെങ്കിലും നോക്കിയാലോ? എടാ അത് വേണ്ട, നാളെ 75 ഇവിടുന്ന് കിട്ടുമ്പോൾ പിന്നെ എന്തിനാണ്? നീ വന്നേ. അമ്മേ എന്താണ് മോളെ? ഇത്തിരി ജ്യൂസ് ഉണ്ട്, കുടിച്ചേ. എനിക്ക് വേണ്ട മോളെ. നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങയാണ്. ഇന്നലെ സാറുമാർ വന്നിട്ട് പറഞ്ഞിട്ടില്ലേ ആരോഗ്യമൊക്കെ നോക്കണമെന്ന്. കുടിക്ക്. ഇടി ഇന്നലെ വന്നവരെ പോലീസുകാരൊന്നുമല്ല, അവർ കള്ളന്മാരാണ്. അവര് പോലീസുകാർ തന്നെയാണ്, അല്ലെങ്കിൽ അവരങ്ങനെ കയറി വരുമോ? അവര് കള്ളന്മാരാണ് മോളെ. അമ്മയ്ക്ക് പലതും തോന്നും, അവര് പോലീസുകാർ തന്നെയാണ്. പോലീസുകാരല്ലേ താടി വെച്ചിട്ടുണ്ടന്നെ? ഏത് പോലീസിനാണ് താടി ഉള്ളത്? അമ്മ ഇത് ഷാഡോ പോലീസാണ്, അവർക്ക് ഏത് വേഷത്തിലാണെങ്കിലും വരാം. അവരെ ലക്ഷണം കണ്ടിട്ട് കള്ളന്മാരെ ലക്ഷണമാണ്. കള്ളന്മാരാണ് അവര്, കള്ളന്മാര് തന്നെയാണ് അവര്. കള്ളന്മാരല്ല, പോലീസുകാർ തന്നെയാണ്, പോലീസുകാർ തന്നെയാണ്. അവരെ പാവൊക്കെ കണ്ടാൽ കള്ളന്മാരുടെ ലക്ഷണമാണ്. അതെ, അമ്മയ്ക്ക് തോന്നണതാണ്. എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞ് ഇങ്ങനെ തോന്നിക്കൊണ്ട് തന്നെ ഇരിക്കുള്ളൂല. അവര് പോലീസുകാർ തന്നെയാണ്, പോലീസുകാരാണ്. ഇതേ ആവശ്യമില്ലാണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നുണ്ടല്ലോ, ഏതൊരു തള്ളക്കിന് തുടങ്ങും പാതിരായി കഴിഞ്ഞാല്. നമുക്ക് ഇവിടെ കയറി കക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ബിജു. നമുക്ക് തള്ളാൻ അങ്ങോട്ട് തട്ടിയാലാ. എന്റെ അടുത്ത് അധികം വെളച്ചെടുക്കാൻ നിന്നാണ്ടല്ലോ ചവിട്ടി ഞാൻ പുറത്താക്കും. ഞാൻ തള്ളോടല്ലേ ഞാൻ പറഞ്ഞത്, പോലീസാണ്.